ഭയങ്കരമായിട്ട് മോഷ്ടിക്കുന്നുണ്ട്. അതുപോലെ കുറച്ചു കാലമായിട്ട് നീണ്ടുനിൽക്കുന്ന ടിക്സ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം അറിയാണ്ട് പാന്റിൽ പോവുക. ഇങ്ങനെയൊക്കെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ടായിരുന്നു ഒരു 12 വയസ്സുള്ള കുട്ടീനെ കൊണ്ട് പാരന്റ് വന്നത്. വിശദമായിട്ട് നോക്കുമ്പം കാര്യമായ ഡെവലപ്മെന്റൽ പ്രോബ്ലം ഒന്നും ഇല്ല. ചെറിയൊരു സോഷ്യൽ ഇമോഷണൽ സ്കിൽ ഡെഫിസിറ്റ്സ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓവറോൾ കുട്ടി ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് ഇവാലുവേഷന് വേണ്ടിയിട്ട്. ബേസിക് ഇവാലുവേഷൻ ആയിട്ട് IQ അസസ്മെന്റ് ചെയ്തു. കുട്ടിക്ക് ആവറേജ് ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് ഉണ്ടായിരുന്നു. പിന്നെ മദറിന്റെ മെയിൻ കൺസേൺ സ്റ്റീലിംഗ് ബിഹേവിയർ എന്നായിരുന്നു. അപ്പം അതിനെ അഡ്രസ് ചെയ്യാന്നുള്ള രീതിയിൽ കുട്ടിയായിട്ട് കുറച്ച് അധികം സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവൻ മോഷ്ടിക്കുന്നതെല്ലാം അവന്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ അവരെ സന്തോഷിപ്പിക്കാനായിരുന്നു. അവന്റെ ആ സോഷ്യൽ സ്കിൽ ഡിഫിക്കൽറ്റി ആയിരുന്നു അവന്റെ ഒരു മോട്ടീവ്. അപ്പം അതിന് നോക്കുമ്പോൾ ആൾക്ക് പെർസ്പെക്റ്റീവ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ പ്ലാനിങ് മാനേജ്മെന്റ് എല്ലാം പോയത് പെർസ്പെക്റ്റീവ് ടേക്കിങ്ങിൽ ബേസിക് ടെസ്റ്റുകളൊക്കെ ചെയ്തു. അതിന്റെ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുത്തത്. 1 മന്തിലേക്കുള്ള പ്ലാനും കൊടുത്തു മദറിന്. അങ്ങനെയാണ് വിട്ടത്. ഒരു മാസം കഴിഞ്ഞ് നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ സെൽഫ് എസ്റ്റീം നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ലേണിംഗിലൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാസത്തിൽ സ്റ്റീലിംഗ് ബിഹേവിയറെ കണ്ടിട്ടില്ല. ആ ടിക്സും നന്നായിട്ട് കുറഞ്ഞു. അണ്ടർലൈൻ കോസ് ആയി സോഷ്യൽ ഇമോഷണൽ സ്കിൽ ഡെഫിസിറ്റ്സ് ആണ് നമ്മളിവിടെ അഡ്രസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുട്ടിയിൽ നല്ലൊരു മാറ്റം നമുക്കൊരു മാസം കൊണ്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ പല കുട്ടികളും കാണിക്കുന്ന അബ്നോർമൽ ആയിട്ട് നമ്മൾ കാണുന്ന പല ബിഹേവിയേഴ്സിൻ്റെയും റൂട്ട് കോസ് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ സോഷ്യൽ സ്കില്ലിലും മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുന്നിടത്തുള്ള പ്രശ്നങ്ങളാണ്.